ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രിയങ്കരനായ നടൻ സലീം കുമാർ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഇന്ന് കേരളമാകെ ചർച്ചാ വിഷയമായ സാഹചര്യത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കേൾക്കേണ്ടതാണ്. പലർക്കും അബദ്ധം പറ്റിയതാണ്. നമുക്ക് പല അസുഖങ്ങൾ വരും. ഞാൻ എന്നേക്കാൾ ഉപരി ഒരാളുമില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അത്ര അസുഖമുണ്ട് എനിക്ക്. എന്ത് അസുഖത്തിനും ഒറ്റപ്പാലത്തിൽ വൈദ്യുണ്ട്, നിർമ്മലാനന്ദഗിരി. എന്തസുഖം മാറ്റുമെന്ന് പറഞ്ഞു. നിലം പരണ്ട എന്ന് പറയുന്നൊരു ഇലയുണ്ട്, നിലം പരണ്ട, ഒരു ആയുർവേദിക് മെഡിസിൻ. അത് 51 ദിവസം കഞ്ഞിയിൽ ഇട്ട് കുടിക്കാൻ പറഞ്ഞു. 51 ദിവസത്തിന് 501 ദിവസം വരെ കഴിച്ച് ഒരു മാറ്റമില്ല. കൊലയാളിയാണ് ഈ മഞ്ഞപ്പിത്തം. എന്റെ കഴിഞ്ഞിട്ട് 8 വർഷം എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ രോഗം വന്നാൽ ഏത് ചികിത്സ തിരഞ്ഞെടുക്കും? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജനം നിൽക്കുന്നത്. അതായത് ഹോമിയോ തിരഞ്ഞെടുക്കണോ, ആയുർവേദം വേണോ, അതോ അലോപ്പതി മതിയോ? നിങ്ങളിൽ ഏതൊരാളിന്റെയും കുഞ്ഞിനെ ഒരു അലോപ്പതി ഡോക്ടറാക്കണമെന്ന ആഗ്രഹത്തിലാണ് വളർത്തുന്നത്. നാളെ അവൻ വളർന്നു വരുമ്പോഴേക്ക് ഈ സ്ഥാപനം ഇല്ലാതായാൽ, എല്ലാവർക്കും ആരോഗ്യമുണ്ടായാൽ ഈ പഠിച്ചിറങ്ങുന്നതൊക്കെ എന്ത് ചെയ്യും? അതിന്റെ നടുക്ക് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന നിങ്ങൾ ഒരിക്കലും ആരോഗ്യമുണ്ടാകാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ അച്ഛന് രോഗം വന്നാൽ പോലും ആധുനിക വൈദ്യശാസ്ത്രം 18ാമത്തെ ദിവസം മരിക്കുമെന്ന് പറഞ്ഞാൽ 18ാമത്തെ ദിവസമായി മരിച്ചില്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കൊല്ലും. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യശാസ്ത്രം ആ തകരാറില്ലാതെ. ആ വഴിയിലുള്ള ബിഷപ്പുരന്മാരുടെ വാക്യം സത്യമാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം മക്കളെ നാളെ അവിടെ പഠിപ്പിക്കാൻ വിടേണ്ടതാണ്. അത്തരം ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് നിങ്ങൾ ആരോഗ്യം തേടിയല്ല വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും വന്നിരിക്കുന്നത് സമ്പന്നന്മാരും, സംകഴിഞ്ഞ് കോമയുണ്ട്, കോമ ഇട്ട് തന്നെ വായിച്ചുകൊള്ളുക, വിദ്യാസമ്പന്നന്മാരും ആയിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന വൈദ്യശാസ്ത്രം ശരിയാക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പാവങ്ങൾ വന്ന് രോഗം മാറി ഇവിടുന്ന് പോയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് അങ്ങനെയൊന്നും മാറുകയില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കയ്യിലുള്ള രോഗിയെ കൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് ആശാന്മാര് കാണും. ഒറ്റയെണ്ണം അതിനകത്ത് നിൽക്കരുത്. ഇങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ജനത്തിനുള്ളത്. രോഗം വന്നാൽ ചികിത്സിക്കാൻ ലോകത്ത് നിരവധി ചികിത്സാ രീതികളുമുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ ചികിത്സകൾ. അതുപോലെ നമ്മുടെ ഭാരതത്തിലെ ചികിത്സാ രീതികളെ നോക്കിയാൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഓർത്തോപ്പതി, സുജോ, കപ്ലിംഗ് തെറാപ്പി, മർമ്മ ചികിത്സ, മട്ട് തെറാപ്പി, ആദിവാസി ഒറ്റമൂലി ചികിത്സ, മസാജ് തെറാപ്പി, പ്രാണി ഹീലിംഗ്, ഹിപ്പോ തെറാപ്പി, അങ്ങനെ വിവിധ തരം ചികിത്സകൾ നമ്മുടെ ഭാരതത്തിൽ വിവിധ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ നിലവിലുണ്ട്. ഈ ചികിത്സകൾ ഏതാണ്ട് 500 പരം ചികിത്സാ വിധികൾ ഉണ്ടെന്നാണ് മെഡിക്കൽ സയന്റിസ്റ്റുകളുടെ കണ്ടെത്തൽ. കപടമാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. സംശയാസ്പദമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പലരും ഇവിടെ എത്തിച്ചേരുന്നത് അവസാന നിമിഷങ്ങളിലാണ്. ആരായാലും നമ്മൾ എല്ലാവരും അവസാന നിമിഷം മരണം തൊട്ട് മുന്നിൽ കാണുന്ന ആ സമയത്തേക്കാണ് ഒരുപാട് പേരും ഹോസ്പിറ്റലിൽ എത്തിച്ചേരാം. അതുവരെ എന്നൊരു ചോദ്യത്തിലേക്കാണ് എന്റെ ഈ പ്രസംഗം ടോർച്ച് തെളിച്ച് കാണിക്കുന്നത്. സാധാരണ മഞ്ഞപ്പിത്തം, അതാണ് ഇതിന്റെ എല്ലാ ഡോക്ടർ ഞാൻ തെരഞ്ഞെടുപ്പ് കുറിച്ച് നോക്കുമ്പോ ഡോക്ടറേറ്റ് മഞ്ഞപ്പിത്തം
ഈ മഞ്ഞപ്പിത്തം സർവ്വസാധാരണമായ ആളുകൾ വരുന്ന അസുഖമാണ്. മഞ്ഞപ്പിത്തം വൈദ്യുതി കൊടുത്ത മഞ്ഞപ്പിത്തം മാറുന്ന മഞ്ഞപ്പിത്തം ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും. അതിൽ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇതേക്കുറിച്ച് ചെന്നു. ഒരു 51 ദിവസത്തിനുള്ളിൽ ലിവർ സോഴ്സ് മാറ്റി. അതുപോലെ ഞാൻ എന്നോട് പറഞ്ഞു നിലമ്പരന്താന്ന് ഒരു മരുന്നുണ്ട്. ഈ നിലമ്പരന്ത 51 ദിവസം കയ്യിലിട്ട് കുടിക്കാൻ പറഞ്ഞു. 51 500 വെച്ചിട്ട് ഈ സാധനം മാറുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് സലീം കുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കാണോ ഗുണമുണ്ടാകുന്നത് അവര് അദ്ദേഹത്തിന്റെ വാക്കുകളെ വളരെ വ്യാപകമായിട്ട് തന്നെ ഉപയോഗിച്ച് അതേക്കുറിച്ച് പല ആൾക്കാരെ കൊണ്ടും സംസാരിപ്പിച്ച് വീഡിയോകൾ ഇറക്കിച്ച് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതിന് ഒരു ദിവസം ഞാൻ വൈദ്യുതി വിളിച്ചു. വൈദ്യുതി അത് സത്യസന്ധനാണ്, നല്ല വൈദ്യുത. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സലിമേ എനിക്ക് ക്യാൻസറാണ്, ഞാൻ വെല്ലൂർ ക്യാൻസർ ഹോസ്പിറ്റലിൽ കയറുന്നത്. ക്യാൻസർ സ്റ്റേജാണ്. അങ്ങനെ സത്യമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ കഥകാലങ്ങൾ പറയുന്നതായിരുന്നു. ഞാൻ സത്യസന്ധനായിരുന്നു. അങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ വൈദ്യുതരായിരുന്നു ഒരു ക്യാൻസർ ചികിത്സിച്ചത്. ഒരു കഥ അങ്ങനെ നിർവ്വഹണ സംഭവം വായിച്ചപ്പോൾ ഇതേ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു സലിമെ ചേർത്തലയിൽ വഹിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ജീവിക്കാൻ പോവാം, ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടി രണ്ടുപേരും എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അങ്ങനെ അവിടെ ചെന്നപ്പോ തട്ടിപ്പോ നാളെ മനസ്സിലായി. ഒരു ഈ വൈദ്യുതി ഇട്ടുണ്ട്, കൂടെ ഒരു ഫിസിഷ്യൻ ഇട്ടുണ്ട്, ഒരു പെൺകുട്ടി BA പാസ്സായ പെണ്ണിട്ടുണ്ട്. അപ്പൊ ആ വൈദ്യുതിയുടെ പേരാണ് മോഹനം വൈദ്യുതി. നിങ്ങൾ അറിയിച്ചിട്ട് എല്ലാ ഡോക്ടർമാരും വെല്ലുവിളിക്കുന്ന വൈദ്യുരാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതിന് മരുന്നില്ല, ഇംഗ്ലീഷിലും ഇതിന് മരുന്നില്ല. അദ്ദേഹം ഒരുപാട് മരുന്ന് കുറിച്ചു. തൊട്ടപ്പതി അത് കുറെ ഈ ജൈവ വളം ഉൽപ്പാദിപ്പിച്ച നെല്ലി, ചേന, കാച്ചിലൊക്കെ വിൽക്കുന്നത് അത് വാങ്ങിക്കണം നമ്മൾ. കാരണം ഇത് കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ അത് എനിക്ക് ആയിക്കോട്ടെ, ഇത് വീട്ടിൽ ഇയാള് മരുന്ന് കഴിച്ചിട്ട് ഈ മരുന്ന് അടിച്ചിട്ട് ബ്ലഡ് 1 കിലോമീറ്റർ പോയുള്ളൂ. അപ്പൊ എന്റെ മോൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വൈദ്യുതി വിളിച്ചു നോക്കി എന്താണെന്ന്. വൈദ്യുതി പറഞ്ഞു, ഞാൻ അകത്ത് കുറച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു, അത് പുറത്ത് കളയാനുള്ള ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പോട്ടെ എന്ന് പറഞ്ഞു. അകത്ത് കിടന്നു പോയി അകത്ത് ഉടലെ കൂടി പുറത്തേക്ക് വന്ന രീതിയിലായി ബ്ലഡ് പോയിട്ട് ചെയ്യും. ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ അയാൾ പുറത്തെടുക്കുന്നില്ല. അങ്ങനെ ശരി, ഞാൻ അയാളെ വിശ്വസിച്ചു. ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ച് അങ്ങനെ ഞാൻ ഒന്നും വിളിക്കാൻ പറ്റും. ഞാൻ തന്നെ വിളിച്ച് ആ സെക്രട്ടറി ഞാൻ തന്നെ വിളിച്ചപ്പോ എടുക്കലില്ല. വീണ്ടും മോൻ വിളിച്ചു. അത് 3-ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ ഇയാൾ പറഞ്ഞു വേദാശുപത്രി കുട്ടികളാണ്. വൈദ്യന്മാരെ ഡോക്ടർമാരെ വെല്ലുവിളിച്ച് നടക്കുന്നതാണ്. അപ്പൊ ഞാൻ DSPയോട് പറഞ്ഞു, DSP ഇങ്ങനെ ഇത് ശരിയല്ല, ഇയാൾ കാണാ. കാരണം എന്റെ കൂടെ നിന്നിട്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. നമുക്ക് സൈൻ ഡോക്ടറാണ് ആ സമയത്ത്, സൈൻ ഡോക്ടറാണ് ആ സമയത്ത് അത് നടക്കുന്നുണ്ട് അതിന് കൂടെ തേടി. അപ്പോ പിന്നെ പറഞ്ഞു മലയാറ്റൂരൊരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. മലയാറ്റൂര് വൈദ്യൻ ഞാൻ ചെന്നു. മലയാറ്റൂരിന് കുഴപ്പമില്ല, മാറ്റാം, എൻ്റെ വൈഫുണ്ട്. 500 തേങ്ങയുടെ വെള്ളം, 500 തേങ്ങ, ആ വെള്ളം എടുത്തിട്ട് അത് കുറുക്കി 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 ഇങ്ങനെ ലേഖ്യം പോലെയാക്കാം. മറ്റെന്തോ സാധനം ഇവിടെ അതിനകത്ത് മരുന്ന് ലേഖ്യം പോലെ വെള്ളം, 500 വെള്ളം തേങ്ങ ലേഖ്യം പോലെയൊക്കെ എങ്കിൽ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരി പാവം എൻ്റെ വൈഫ് ഇട്ട് പറ്റിച്ച് 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 നശിഞ്ഞു. അങ്ങനെ അവസ്ഥയിലായി. ഈ സാധനം എടുത്തു വെച്ചു. എന്നാൽ സംതൃപ്തി, ഭർത്താവിന്റെ അസുഖം മാറാനുള്ള ലേഖ്യമാണല്ലോ പറഞ്ഞേക്കണത്. അങ്ങനെ ഇത് ഞാൻ കഴിക്കലും ഛർദി കൂടി, എനിക്കത് പറ്റുന്നില്ല. അപ്പൊ വൈദ്യരോട് വിളിച്ചു പറഞ്ഞ്, വൈഫ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പുള്ളി കഴിച്ചിട്ടത് ഛർദിക്കുന്നു. ഓഹോ, അപ്പൊ ബോഡി റിജക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, അത് കളയണ്ട, പൊള്ളുമ്പോ പെറ്റിട്ടുള്ള ശരീരം പൊള്ളുമ്പോ ലിവർ സിറോസിന്റെ മരുന്ന് പെറ്റാന്ന്, അത് കളയണ്ടെന്ന് ഇപ്പോഴും ഇപ്പണ്ട് വീട്ടില്
വൈഫ് കാലമൊക്കെ വീച്ച് അടുപ്പിൽ നിന്ന് കാലമൊക്കെ എടുത്ത് കൊള്ളുമ്പോ ലിവർ സുസൈഡിന്റെ മരുന്നെടുത്തിട്ട് എത്രയോ പേര് എത്ര ഇതേപോലത്തെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പൊടി കൊടുക്കുന്നേ വയനാട്ടിലൊരു വൈദ്യര് എന്നെ ചികിത്സിച്ചെന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കുന്നു. സലിംകുമാർ യോഗ്യനായിട്ട് നടക്കണ്ടല്ലോ. നമ്മളെ പൊടിമരുന്ന് കൊടുത്ത പിന്നെ അയാള് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഞാൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ എല്ലാ വൈദ്യന്മാരും എന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ ഈ മലയാറ്റൂർ വൈദ്യന്റെ അടുത്ത് ചെന്നപ്പോ മലയാറ്റൂർ വൈദ്യൻ ഈ കുറെ മരുന്നൊക്കെ ആദ്യം തന്നു. പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു. ഭാരമൊക്കെ വെയിറ്റ് കുറയുമല്ലോ ഈ സംഭവത്തിന്. അങ്ങനെ എന്റെ വീട്ടിലെ വെയിറ്റ് മെഷീനിൽ നോക്കിയപ്പോ 5 കിലോ കൂടിയേക്കണ്. ഇത് ഞാൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ 5 കിലോ ഇപ്പൊ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞു അതാണ് മരുന്ന് വലിക്കുന്നുണ്ട്, അതൊന്ന് എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതി കൊടുത്ത അദ്ദേഹത്തിന് എനിക്കിത് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ട്. ഇവര് പാരമ്പര്യ വൈദ്യന്മാരാ. എഴുതി കൊടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവിടെ. പക്ഷേ ഞാനത് ഇവിടെ വന്ന് നോക്കിയപ്പോ തെറ്റാണ്. വീണ്ടും വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ആ മിച്ചി കേടായിരുന്നു. കേടായ മിച്ചി തൂക്കിയതാണ് ഞാൻ വൈദ്യുതി എഴുതി കൊടുത്ത വൈദ്യുതി. എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞുള്ള. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ പറ്റിക്കുന്ന കുറെ ആളുകൾ നല്ല പൈസയാണ് വാങ്ങിക്കുന്നത്. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങള് എവിടെ നിന്നെങ്കിലൊക്കെ കാശുണ്ടെങ്കിൽ കള്ള വൈദ്യന്മാർക്ക്. ഞാൻ BAM ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ പാസ്സായ ആളുകളെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. പാരമ്പര്യ വൈദ്യന്മാരെന്ന് പറഞ്ഞ കിഡ്നി എന്ന് വെച്ചാൽ വൃക്ഷമാണെന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. സത്യം എന്നോട് പറഞ്ഞാണ്. ഒരുത്തൻ അവന്റെ 2 കിഡ്നി ഞെരിച്ചിട്ട് എന്റെ അടുത്ത് വന്നേക്കായിരുന്നു. അപ്പൊ ഞാൻ കിഡ്നി ഞെരിക്കാൻ പറ്റും സാധനം. വൃഷ്ണത്തിനെയാണ് പുള്ളി കിഡ്നി എന്ന് പറയണത്. ഇവന്റെ അടുത്ത് പോയാണ് ലിവർ സിറോസിന്റെ ക്യാൻസറിന്റെ മരുന്ന്. ഇവന് എന്താണ്, ഇവന് എന്തിനും ചികിത്സിക്കും. ഇവരൊക്കെ അന്തം വിട്ട പ്രതികളാണ്. ഇവരൊക്കെ എന്തിനും ചികിത്സിക്കും. പിന്നീട് ഒരു വൈദ്യശാസ്ത്രം ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതൊരു ഡോക്ടറാണ്. ക്രൂരമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ആ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സിഗരറ്റ് 2 വലിച്ചിട്ട് ബാക്കി അവിടെ എടുത്ത് വെച്ചാൽ എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വലിക്കാൻ പറ്റും. ഞാൻ എനിക്കറിയാം ഓപ്പറേഷൻ കഴിഞ്ഞ് സ്വിച്ചൊക്കെ ഇട്ട് കറിയൊക്കെ കയറാൻ പറ്റുന്ന അവസ്ഥയിൽ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വന്നിട്ട് വലിക്കാന്നുള്ള വെച്ചേക്കാണ്. അപ്പൊ ജീവിതത്തിൽ ആകെ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ സിഗരറ്റാ. ഏത് രോഗിയുടെ ബന്ധുവും സന്തോഷിക്കുന്ന അവനൊന്ന് മരിക്കുമ്പോഴാണ്. അവന്റെ ഉള്ളിൽ മുഴുവൻ അവന്റെ മരണവും ആഗ്രഹിച്ചാണ് ഈ കൊണ്ടു നടക്കുന്നത് മുഴുവൻ. സ്നേഹം വെറും വേഷം കെട്ടാണ്. അതാണ് ചികിത്സാ രംഗത്തെ ഏറ്റവും വലിയ ദുരൂഹത. ഒരു ചെറിയ കഷായം കൊണ്ട് മരുന്ന് കൊണ്ട് മാറിയിരുന്ന രോഗങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ട് മാറാത്തത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. ഒരു രോഗിയുടെ ബന്ധു പോലും രോഗിയുടെ രോഗം രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് കൂടെ നടക്കുന്നില്ല. വെറും തട്ടിപ്പാണ്, കാശിന്റെ പങ്ക്, അധ്വാനിക്കാത്ത പണം, അതിന് മൂല്യമില്ല. വികലമായൊരു വിദ്യാഭ്യാസവും. ആലോചിച്ചിട്ട് ഉണ്ടാകത്തേക്ക് വരികയാണ്. ജീവിതത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ കേൾക്കുന്നത്. വിദ്യാഭ്യാസമുള്ള നിങ്ങളോട് ഇതുവരെ പറഞ്ഞവരൊക്കെ ഭയപ്പെട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ തനിച്ചേ ഉള്ളൂ, പേടിയൊന്നും വേണ്ട. നിങ്ങൾ ഇത്ര ആളുകളുണ്ട് ഒന്നിച്ചാ നിൽക്കുന്നത്. പറഞ്ഞത് കള്ളമാണെന്ന് തോന്നിയാൽ തല്ല. ശരിയാണെങ്കിൽ തിരുത്തണം. തിരുത്തിയിട്ടേ മരുന്ന് മേടിക്കാൻ തരാവും. കഴിഞ്ഞ 50 കൊല്ലമായി നിങ്ങളിൽ ഏതൊരാളിന്റെയും കുഞ്ഞിനെ ഒരു അലോപ്പതി ഡോക്ടറാക്കണമെന്ന ആഗ്രഹത്തിലാണ് വളർത്തുന്നത്. നാളെ അവൻ വളർന്നു വരുമ്പോഴേക്ക് ഈ സ്ഥാപനം ഇല്ലാതായാൽ, എല്ലാവർക്കും ആരോഗ്യമുണ്ടായാൽ ഈ പഠിച്ചിറങ്ങുന്നതൊക്കെ എന്ത് ചെയ്യും? അതിന്റെ നടുക്ക് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന നിങ്ങൾ ഒരിക്കലും ആരോഗ്യമുണ്ടാകാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ അച്ഛന് രോഗം വന്നാൽ പോലും ആധുനിക വൈദ്യശാസ്ത്രം 18ാമത്തെ ദിവസം മരിക്കുമെന്ന് പറഞ്ഞാൽ 18ാമത്തെ ദിവസമായി മരിച്ചില്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കൊല്ലും. ഒന്നില്ലെങ്കിൽ
നിങ്ങളുടെ വൈദ്യശാസ്ത്രമാ തകരാറില്ലാകുന്നത്. ആ വഴിയിലുള്ള ബിഷപ്പുരന്മാരുടെ വാക്യം സത്യമാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം മക്കളെ നാളെ അവിടെ പഠിപ്പിക്കാൻ വിടേണ്ടതാണ്. അത്തരമൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് നിങ്ങൾ ആരോഗ്യം തേടിയല്ല വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും വന്നിരിക്കുന്നത് സമ്പന്നന്മാരും, കഴിഞ്ഞു കോമയുണ്ട്, കോമ ഇട്ട് തന്നെ വായിച്ചുകൊള്ളുക, വിദ്യാസമ്പന്നന്മാരും ആയിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന വൈദ്യശാസ്ത്രം ശരിയാക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പാവങ്ങൾ വന്ന് രോഗം മാറി ഇവിടുന്ന് പോയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് അങ്ങനെയൊന്നും മാറുകയില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കയ്യിലുള്ള രോഗിയെ കൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് ആശാന്മാര് കാണും. ഒറ്റയെണ്ണം അതിനകത്ത് നിൽക്കരുത്. നമ്മുടെ ഭാരതത്തില് ഏതാണ്ട് 500-ൽ പരം ചികിത്സാ വിധികൾ ഉണ്ടെന്നാണ് മെഡിക്കൽ സയന്റിസ്റ്റുകളുടെ കണ്ടെത്തൽ.